ഓൾ, എല്ലാവർക്കും LGS ടോപ്പറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ് എന്ന് പറയുന്നത് 2017 LDC ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 2017 LDC ക്വസ്റ്റ്യൻ പേപ്പർ ട്രിവാൻഡ്രം, മലപ്പുറം ജില്ലകളിൽ നടന്ന LDC ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞിരുന്നു 2017 തൊട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾ കടന്നു പോവുക. ജനറൽ നോളജ് മാത്രമല്ല, മാത്സ്, അങ്ങനെ എല്ലാവിധ ക്വസ്റ്റ്യൻസിലൂടെയും കടന്നു പോകാം. കാരണം മാത്സൊക്കെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കി പഠിച്ചാലേ നമുക്കൊരു സ്പീഡൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ GK ഇങ്ങനെ പഠിക്കുക. മാത്സിൻ്റെ ഉടനെ തന്നെ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു സെക്ഷനിൽ GK മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് മോക്ക് ടെസ്റ്റ് ആയിട്ടല്ല, ഇന്ന് ഞാൻ ജസ്റ്റ് ആൻസർ മാത്രമേ പറയുന്നുള്ളൂ. കാരണം കുറച്ച് പേർ കമൻറ്റ് ചെയ്തിരുന്നു ഓപ്ഷൻസ് പറയുമ്പോൾ കൺഫ്യൂസ് ആവുന്നു, അല്ലെങ്കിൽ കൂടുതൽ ടൈം എടുക്കുന്നു എന്നൊക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇന്ന് ആൻസർ എന്താണെന്ന് മാത്രം പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയാൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഡെയിലി നമ്മൾ കറണ്ട് അഫെയറിൻ്റെ ഒരു 10 ക്വസ്റ്റ്യൻ വീതം ഇടുന്നുണ്ട്, അതും കാണുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ. ആദ്യത്തെ ചോദ്യം ഇതാണ്: കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി? ഉത്തരം നെയ്യാർ. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി നെയ്യാർ. രണ്ടാമത്തെ ചോദ്യം: ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര? ഹിമാലയത്തിൻ്റെ നട്ടെല്ല് ഒരുപാട് തവണ റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓപ്ഷൻ എ ഹിമാദ്രിയാണ് ഉത്തരം. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് ഹിമാദ്രി. ഡൽഹിയിൽ സുൽത്താൻ ഭരണകാലത്തിലെ വംശങ്ങളുടെ ശരിയായ ക്രമമേത്? ഉത്തരം ഓപ്ഷൻ ഡി. ആദ്യം അടിമവംശമായിരുന്നു, പിന്നീട് ഖിൽജി വംശം, തുഗ്ലക്, സൈദ്, ലോധി. എന്നാൽ ഈ ഒരു ടോപ്പിക്ക് 10th ലെവൽ പ്രിലിമിനറി എക്സാമിനില്ല കേട്ടോ. മെയിൻസിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ പഠിക്കാം, എന്നാൽ 10th ലെവൽ പ്രിലിമിനറി എക്സാമിന് ഈ ഒരു ടോപ്പിക്കില്ല. 1857 മുതലുള്ള ഇന്ത്യയുടെ കാര്യങ്ങൾ നമുക്ക് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് 10th ലെവൽ പ്രിലിമിനറി എക്സാമിന് പ്രതീക്ഷിക്കേണ്ടതില്ല കേട്ടോ. നാലാമത്തെ ചോദ്യം: വിജയനഗര രാജാവായിരുന്ന കൃഷ്ണദേവരായർ ഏത് രാജവംശത്തിൽ ഉൾപ്പെടുന്നു? ഉത്തരം തുളുവ. ഓപ്ഷൻ സി ആണ് ഉത്തരം, തുളുവ. ഈ ഒരു പോർഷനും 10th ലെവൽ പ്രിലിമിനറി എക്സാമിന് പ്രതീക്ഷിക്കേണ്ടതില്ല. അഞ്ചാമത്തെ ചോദ്യം: കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? ഉത്തരം കാവേരി. കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരി. ബിഹു ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആസാം. ബിഹു ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ആസാം. ഈ ഒരു ചോദ്യവും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കേരളത്തിലെ നിത്യഹരിത വനങ്ങളായ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? ഉത്തരം ഓപ്ഷൻ ഡി പാലക്കാട്. സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? പാലക്കാട്. അടുത്ത ചോദ്യം: പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചതാര്? ഉത്തരം ഓപ്ഷൻ ബി KM പണിക്കർ. ഒരു ഓപ്ഷൻ ഒന്ന് നോക്കുക, KN പണിക്കർ എന്നൊക്കെ ഓപ്ഷനിലുണ്ട്, നമ്മൾ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഉത്തരമായിട്ട് അങ്ങ് പഠിച്ചു വെച്ചേക്കുക, KM പണിക്കർ. കേരള സിംഹം എന്ന നോവൽ എഴുതിയതാരാണ്? KM പണിക്കർ. അടുത്ത ചോദ്യം: താഴെ പറയുന്ന ആണവ നിലയങ്ങളിൽ ശരിയല്ലാത്തത് ഏത്? അത് ഓപ്ഷൻസ് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. താരാപൂർ, മഹാരാഷ്ട്ര. അതായത് ആണവ നിലയങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ, ഏത് സംസ്ഥാനത്ത്, ആ ഒരു റിലേഷനാണ് താഴെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ താരാപൂർ മഹാരാഷ്ട്ര ശരിയാണ്. നറോറ ഉത്തർപ്രദേശ് ശരിയാണ്. കൈഗ കർണാടകം ശരിയാണ്. ഇപ്പോൾ തെറ്റേതാണ്? കൽപ്പാക്കം കർണാടകം. കൽപ്പാക്കം എവിടെയാണ്? തമിഴ്നാടാട്ടോ. കൽപ്പാക്കം തമിഴ്നാട് സംസ്ഥാനത്തിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകളുള്ള സംസ്ഥാനം ഏത്? ചണമില്ലുകൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ ബി പശ്ചിമ ബംഗാളാണ്. ഓക്കെ, ഓപ്ഷൻ ബി പശ്ചിമ ബംഗാളാണ് ഉത്തരം. അടുത്ത ചോദ്യം: പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ചൗ എൻ ലായി. ഓക്കെ, ഇതും പ്രീവിയസ് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത്? ഉത്തരം റിസർവ് ബാങ്ക്. ബാങ്കുകളുടെ ബാങ്ക് റിസർവ് ബാങ്ക്. ഇതും ഒരുപാട് തവണ PSC റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അടുത്ത ചോദ്യം: ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം? ഉത്തരം ഓപ്ഷൻ എ 2005.
ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 2005. തൊഴിലുറപ്പ് നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 2-നാണ്. ഇതും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ രംഗനാഥ് മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ രംഗനാഥ് മിശ്ര. ഇപ്പം നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പം നിങ്ങളൊരു കമ്മീഷനെ പറ്റി പഠിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ചെയർമാനെ പറ്റിയും ഇപ്പോൾ നിലവിലെ ചെയർമാനെ പറ്റിയും പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്? ഏത് അനുച്ഛേദമാണ്? 24-ാം അനുച്ഛേദം. 24-ാം അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, കേന്ദ്ര മാനവ ശേഷി വികസന മന്ത്രി ആര്? ഇപ്പോഴത്തെ കേന്ദ്ര മാനവ ശേഷി വികസന മന്ത്രി നമുക്ക് പഠിച്ചാൽ മതി, അതിനിപ്പോൾ പറയുന്നില്ല. നിങ്ങൾ ആരാന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അടുത്ത ചോദ്യം, യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം. യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ഡി ബ്രസൽസ്. ഉത്തരം ഓപ്ഷൻ ഡി ബ്രസൽസ് ആണ്. 1857 വിപ്ലവത്തിന്റെ താൽക്കാലിക വിജയത്തെ തുടർന്ന് വിപ്ലവകാരികൾ ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ചത് ആരെയാണ്? ഉത്തരം ഓപ്ഷൻ ബി ബഹദൂർ ഷാ രണ്ടാമൻ. അടുത്ത ചോദ്യം, പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം ദാദാഭായ് നവറോജി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ക്വസ്റ്റ്യൻ വ്യക്തമായി വായിക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. 21ാമത്തെ ചോദ്യം, സംസ്ഥാന തലത്തിൽ കായിക രംഗം വികസിപ്പിക്കുന്നതിനും കായിക പ്രതിഭകളെ വാർത്തെടുക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പുതിയ പദ്ധതി, അത് അന്നത്തെ കറണ്ട് അഫെയർ ആയിരുന്നു. ആ ഒരു പദ്ധതിയുടെ പേര് ഖേലോ ഇന്ത്യ എന്നാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഖേലോ ഇന്ത്യ. അടുത്ത ചോദ്യം, 15ാം കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ്? ഇപ്പോഴും 15ാം കേരള നിയമസഭ തന്നെയാണ് നിലവിലുള്ളത്. സ്പീക്കർ ഓപ്ഷൻ ബി പി ശ്രീരാമകൃഷ്ണൻ. ഓക്കെ. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അധ്യക്ഷനെ കൂടാതെ എത്ര ഔദ്യോഗിക അംഗങ്ങളുണ്ട്? എത്ര ഔദ്യോഗിക അംഗങ്ങളുണ്ട്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അധ്യക്ഷനെ കൂടാതെ 7 അംഗങ്ങളുണ്ട്. ഇപ്പോഴത്തെ കാര്യമായിട്ട് ഞാൻ പറയുന്നത്, ഇപ്പോൾ ഭേദഗതി വന്നിട്ടുണ്ട്, 2019 ഭേദഗതി നടന്നു. ഇപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അധ്യക്ഷനെ കൂടാതെ 7 അംഗങ്ങളുണ്ട്. അതിൽ 3 പേര് എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ്. അപ്പം എത്ര അംഗങ്ങളുണ്ട്? 7 അംഗങ്ങളുണ്ട്. കമ്മീഷനെ കൂടാതെ 7 അംഗങ്ങളുണ്ട്. അതിൽ 3 പേർ എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ്. ഓക്കെ, ഭേദഗതിക്ക് ശേഷമാണ് ഇങ്ങനെയായത്, അതുകൊണ്ടാണ് ഓപ്ഷനിൽ ഉത്തരമില്ലാത്തത് കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഭേദഗതി 2019 ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതി 2019-2020 എന്ന പേരിലാട്ടോ അത്. അതൊന്ന് കാണുക, അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും കേട്ടോ. അടുത്ത ചോദ്യം, ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. ഉത്തരം ഓപ്ഷൻ ഡി 9ാം പഞ്ചവത്സര പദ്ധതി. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഓപ്ഷൻ ഡി 9ാം പഞ്ചവത്സര പദ്ധതി. 25ാമത്തെ ചോദ്യം, കേരളത്തിൽ അഗതികളുടെ പുനരധിവാസത്തിനായി രൂപം കൊടുത്ത സമഗ്ര വികസന പദ്ധതി. ഉത്തരം ഓപ്ഷൻ ബി ആശ്രയ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം. ഉത്തരം ഓപ്ഷൻ ഡി 1993. മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായതും 1993. അടുത്ത ചോദ്യം, വിമോചന സമരം നടന്ന വർഷം. ഉത്തരം 1959. വിമോചന സമരം നടന്ന വർഷം 1959. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല. ഓപ്ഷൻ സി ഇടുക്കിയാണ് ഉത്തരം. ഓക്കെ, ഓപ്ഷൻ സി ഇടുക്കി. അടുത്ത ചോദ്യം, 2015 ജനുവരി 1 മുതൽ
ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനത്തിന്റെ പേരെന്ത്? ഉത്തരം ഓപ്ഷൻ ബി നീതി ആയോഗ്. ഈ ഒരു ചോദ്യവും 2017 LDC മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, 2012 ആരംഭിച്ച് 2017 അവസാനിക്കുന്ന 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമേത്? ഉത്തരം ഓപ്ഷൻ ഡി സുസ്ഥിര വികസനം. എന്താണ് ഉത്തരം? ഓപ്ഷൻ ഡി സുസ്ഥിര വികസനം. അടുത്ത ചോദ്യം, ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഇലക്ട്രോൺ. ഇരുമ്പിന്റെ പ്രധാന അയിരിന്റെ പേര്? ഓപ്ഷൻസ് ഒന്ന് നോക്കാം കേട്ടോ. ബോക്സൈറ്റ് ഉണ്ട്, സിങ്ക് ബ്ലെൻഡ് ഉണ്ട്, കോപ്പർ പൈറൈറ്റീസ് ഉണ്ട്. ബോക്സൈറ്റ് അലൂമിനിയത്തിൻ്റെയാണ്, സിങ്ക് ബ്ലെൻഡ് സിങ്കിൻ്റെയാണ്, കോപ്പർ പൈറൈറ്റീസ് കോപ്പറിൻ്റെയാണ്. ഇരുമ്പിൻ്റെ അപ്പോൾ പ്രധാന അയിര് ഏതായിരിക്കും? ഹേമറ്റൈറ്റ്. ഓക്കെ, ലോഹങ്ങളും ധാതുക്കളും അവയുടെ ഒരു ചെറിയ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ കാണുക. അടുത്ത ചോദ്യം, പീരിയോഡിക് ടേബിളിലെ അല്ലെങ്കിൽ ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ സി 18. പീരീഡുകളുടെ എണ്ണമോ? 7. ഓക്കെ, ഗ്രൂപ്പുകളുടെ എണ്ണം 18ഉം പീരീഡിന്റെ എണ്ണം 7ഉം. അടുത്ത ചോദ്യം, ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏത്? എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്, തെറ്റിക്കരുത് കേട്ടോ. ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏത്? ഓപ്ഷൻ എ ഓക്സിജൻ. ഓക്സിജൻ ആണ് ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം. പുറന്തള്ളുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി സിലിക്കയാണ്. ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? സിലിക്ക. ഏത് പദാർത്ഥത്തിന്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത്? ഏതു പദാർത്ഥത്തിന്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത്? ഉത്തരം ഓപ്ഷൻ സി വായു. അടുത്ത ചോദ്യം, എല്ലാ പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായി പ്രതിപ്രവൃത്തി ഉണ്ടായിരിക്കും. ഐസക് ന്യൂട്ടന്റെ എത്രാമത്തെ ചലന നിയമമാണിത്? ഉത്തരം ഓപ്ഷൻ ഡി 3ാമത്തെ ചലന നിയമമാണ്. എല്ലാ പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായ പ്രതിപ്രവൃത്തി ഉണ്ടായിരിക്കും. അടുത്ത ചോദ്യം, സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം? ഉത്തരം ഓപ്ഷൻ ഡി 8 നേരത്തെ 9 ഉണ്ടായിരുന്നത്. എന്നാൽ പ്ലൂട്ടോയെ ഗ്രഹങ്ങളുടെ പദവിയിൽ നിന്നും ഒഴിവാക്കി. ഇപ്പോൾ നിലവിൽ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? 8. ജലം ഐസാകുന്ന താപനില? ഓപ്ഷൻ എ 0 ഡിഗ്രി സെൽഷ്യസ്. ശബ്ദത്തിന്റെ യൂണിറ്റ് എത്രയാണ്? ഓപ്ഷൻ സി ഡെസിബൽ. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തഃസ്രാവി ഗ്രന്ഥി ഏത്? ഉത്തരം ഓപ്ഷൻ ബി തൈറോയിഡ് ഗ്രന്ഥിയാണ്. എന്നാൽ മനുഷ്യരിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്? കരൾ. ഏറ്റവും വലിയ അന്തഃസ്രാവി ഗ്രന്ഥി ഏതാന്ന് ചോദിച്ചാൽ ഉത്തരം തൈറോയിഡ് ഗ്രന്ഥി. ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിന് ആവശ്യമായ വിറ്റാമിൻ ഏത്? ഉത്തരം ഓപ്ഷൻ സി വിറ്റാമിൻ എ. ഓക്കെ, അപ്പോൾ ഈ വൈറ്റമിൻസിൻ്റെ അപര്യാപ്ത രോഗങ്ങളുടെ ക്ലാസ്സുകളൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ കാണുക, വളരെ യൂസ്ഫുൾ ആവും കേട്ടോ. 43ാമത്തെ ചോദ്യം, പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? ഉത്തരം ഓപ്ഷൻ എ സെറിബെല്ലം. DPT വാക്സിൻ ഫലപ്രദമല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏത് രോഗത്തിനാണ്? DPT വാക്സിൻ വേണ്ടത് ഡിഫ്തീരിയ, ടെറ്റനസ്, വില്ലൻ ചുമ എന്നിവയ്ക്കാണ്. അപ്പോൾ ഏതിനായിരിക്കും ഫലപ്രദമല്ലാത്തത്? ഉത്തരം ഓപ്ഷൻ ബി പോളിയോ. മലയൻ ഡോർഫ് ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഉത്തരം ഓപ്ഷൻ എ തെങ്ങ്. പേപ്പട്ടി വിഷബാധയ്ക്കെതിരെ ആദ്യത്തെ വാക്സിൻ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ഓപ്ഷൻ ബി ലൂയി പാസ്റ്റർ. അടുത്ത ചോദ്യം, മനുഷ്യന്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗമേത്? ഉത്തരം ഓപ്ഷൻ എ തിമിരം. അടുത്ത ചോദ്യം, 1977 ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ച വനിതയാര്? ഉത്തരം ഓപ്ഷൻ സി വാൻകാരി മാതായി. 49ാമത്തെ ചോദ്യം, രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ശ്വേതരക്താണുക്കൾ. 50ാമത്തെ ചോദ്യം,
കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമേത്? ഉത്തരം ഓപ്ഷൻ ഡി കാസർഗോഡ്. ഓക്കെ, അപ്പോൾ 50 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയി തോന്നുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ ഇനി നമ്മൾ കുറച്ച് 2017 LDCയിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടി ചെയ്യാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്